രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുത്തത് അതീവ രഹസ്യമായിട്ടാണ്. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നീലപ്പെട്ടി വിവാദമുണ്ടായ അതേ KPM ഹോട്ടലിൽ വെച്ചാണ് ഒരു വർഷത്തിനിപ്പുറം രാഹുലിനെ പോലീസ് പിടിച്ചത്. ഷൊർണൂർ ഡിവൈഎസ്പി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് രാഹുലിനെ പിടികൂടിയത്. ബലാത്സംഗ കേസുകളിലെ പ്രതിയായ രാഹുൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ആദ്യ പീഡന കേസുകളിൽ ഒളിവിലായിരുന്ന രാഹുൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയതു മുതൽ പോലീസിന്റെ വലയത്തിൽ. ഒടുവിൽ മൂന്നാം പരാതിയിൽ രാഹുലിനെ കൈയോടെ പൊക്കി. ഷൊർണൂർ ഡിവൈഎസ്പി N മുരളീധരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഇന്നലെ വൈകിട്ടോടെ KPM ഹോട്ടലിൽ നിൽപ്പുറപ്പിച്ചു. രാഹുലിന്റെ 2002 നമ്പർ റൂമിനരികെ റൂമെടുത്ത് നിരീക്ഷിച്ചു. 12:15 ഡിവൈഎസ്പി എത്തി രാഹുലുമായി സംസാരിച്ചു. മറ്റൊരു പരാതി കൂടി വന്നിട്ടുണ്ടെന്നും കൂടെ വരണമെന്നും ആവശ്യപ്പെട്ടു. ആദ്യം നിസ്സഹരിച്ചെങ്കിലും പിന്നെ വഴങ്ങി. കസ്റ്റഡിയിലെടുത്ത് 3 ജീപ്പുകളിലായി പത്തനംതിട്ടയിലേക്ക്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയും ഡിവൈഎസ്പി മുരളീധരനും മാത്രമാണ് പാലക്കാട്ടെ ദൌത്യമറിഞ്ഞത്. ഹോട്ടലിലെ ജീവനക്കാരുടെ മൊബൈൽ ഫോൺ വാങ്ങിവെച്ച ശേഷമായിരുന്നു നീക്കം. പിടിയിലായ വിവരം രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവർ പോലും അറിഞ്ഞത് തൃശൂരും കടന്ന ശേഷം. ന്യൂസ് 18 പാലക്കാട്. 3 ബലാത്സംഗ കേസുകളിലും പരാതി പ്രകാരം രാഹുൽ അതിജീവിതമാരെ ചൂഷണം ചെയ്തത് ഒരേ രീതിയിലാണ്. ഒരേ രീതിയിൽ അടുപ്പം സ്ഥാപിക്കുകയും കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് 3 പരാതികളിലും പറയുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ ഒഴികെ ബാക്കി 2 കേസുകളിലും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചുവെന്ന ആരോപണവും രാഹുലിനെതിരെയാണ്. ലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണങ്ങൾ ആദ്യമായി ഉയരുന്നത്. രാഹുൽ ബലാത്സംഗം ചെയ്തെന്നും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്നുമായിരുന്നു ആരോപണം. രാഹുലിനെതിരായ ചില ശബ്ദശകലങ്ങളും ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു. രാഹുലിൽ നിന്ന് ദുരനുഭവം നേരിട്ട ചില യുവതികളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു. അതേസമയം ശബ്ദശകലങ്ങൾ പ്രചരിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ രാഹുലിനെതിരെ ആരും പരാതികൾ നൽകിയിരുന്നില്ല. എന്നാൽ മറ്റു ചിലർ നൽകിയ പരാതിയിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു. പക്ഷേ പരാതിക്കാർ നേരിട്ട് മൊഴി നൽകാത്തതിനാൽ കേസന്വേഷണം വഴിമുട്ടി. ഇതേസമയം ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് രാഹുലും പ്രതികരിച്ചു. എന്നാൽ കഴിഞ്ഞ വർഷം നവംബർ 27 പീഡനത്തിനിരയായ യുവതികളിൽ ഒരാൾ രാഹുലിനെതിരെ ആദ്യമായി രേഖാമൂലം പരാതി നൽകി. ഇതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ആദ്യത്തെ പരാതിക്കാരി ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനവും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതുമായിരുന്നു ആദ്യത്തെ പരാതിയിലും പറഞ്ഞിരുന്നത്. പിന്നാലെ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറി. എന്നാൽ യുവതി നേരിട്ടെത്തി പരാതി നൽകിയെന്ന വിവരം പുറത്തു വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങി. ദിവസങ്ങളോളം പോലീസ് സംസ്ഥാനത്തിനകത്തും പുറത്തും തെരച്ചിൽ നടത്തിയിട്ടും MLAയെ കണ്ടെത്താനായില്ല. ഇതിനിടെ രാഹുൽ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചു. ഗർഭത്തിന് ഉത്തരവാദി താനല്ലെന്നും യുവതിയുടെ ഭർത്താവാണെന്നും യുവതിയുമായി ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും രാഹുൽ വാദിച്ചു. ഇതിനിടെ KPCC നേതൃത്വത്തിന് രണ്ടാമത്തെ പരാതി കിട്ടി. ഈ പരാതി KPCC നേതൃത്വം പോലീസിന് കൈമാറി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു ഈ പരാതിയിലെയും ആരോപണം. എതിർപ്പ് അവഗണിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും പരിക്കേൽപ്പിച്ചെന്നും കുഞ്ഞിനായി നിർബന്ധിച്ചെന്നും പരാതിയിലുണ്ടായിരുന്നു. ഇതോടെ രാഹുലിനെതിരെ രണ്ടാമത്തെ ബലാത്സംഗ കേസും രജിസ്റ്റർ ചെയ്തു.
ഡിസംബർ 4-ന് ആദ്യത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. തൊട്ടുപിന്നാലെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. എന്നാൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും പോലീസിന് രാഹുലിനെ പിടികൂടാനായില്ല. തുടർന്ന് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിലേക്ക്. ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞു. ഡിസംബർ 10-ന് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. താൽക്കാലിക ആശ്വാസം ലഭിച്ചതോടെ ഒളിവിലായിരുന്ന രാഹുൽ വീണ്ടും പുറത്തിറങ്ങി സജീവമായി. ഡിസംബർ 11-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വോട്ട് ചെയ്യാനെത്തി. അതിനിടെ 2026 ജനുവരി 6-ന് ആദ്യ കേസിലെ പരാതിക്കാരിയുടെ ഭർത്താവും രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തി. രാഹുൽ കുടുംബജീവിതം തകർത്തെന്നും തന്നെ അപമാനിച്ചുവെന്നുമായിരുന്നു ആരോപണം. തന്റെ പരാതിയിൽ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും ആരോപിച്ചു. 2026 ജനുവരി 7-ന് ആദ്യ കേസിലെ അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് കോടതി ജനുവരി 21 വരെ നീട്ടി. പരാതിക്കാരിയെയും ജാമ്യഹർജിയിൽ ഹൈക്കോടതി കക്ഷി ചേർത്തു. 2 ബലാത്സംഗ കേസുകളിൽ കോടതികളിൽ നിന്നടക്കം താൽക്കാലിക ആശ്വാസം നേടി പൊതുപരിപാടികളിലടക്കം സജീവമാകുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർണായകമായ മൂന്നാമത്തെ പരാതി. വിദേശത്തുള്ള തിരുവല്ല സ്വദേശിനിയാണ് മൂന്നാമത്തെ ബലാത്സംഗ കേസിലെ പരാതിക്കാരി. ഒരാഴ്ച മുൻപ് മുഖ്യമന്ത്രിക്കാണ് ഈ യുവതിയും ഇമെയിൽ വഴി പരാതി നൽകിയത്. വോയിസ് നോട്ടുകൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും കൈമാറി. പോലീസിന് പരാതി കൈമാറിയതോടെ SIT മേധാവി G. പൂങ്കുഴലി IPS വീഡിയോ കോൺഫറൻസ് വഴി പരാതിക്കാരിയുടെ മൊഴിയെടുത്തു. മൂന്നാമത്തെ പരാതി പുറത്തറിയാതിരിക്കാനും രാഹുൽ ഒളിവിൽ പോവുകയോ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയോ ചെയ്യാതിരിക്കാനും പോലീസ് അതീവ ജാഗ്രതയാണ് പുലർത്തിയത്. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലും ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത്. അതിക്രൂരമായ ബലാത്സംഗമാണ് നേരിട്ടതെന്നും സാമ്പത്തികമായി വലിയ ചൂഷണം ചെയ്തെന്നും പരാതിയിൽ ആരോപിക്കുന്നു. വിവാഹബന്ധത്തിൽ പ്രശ്നമുണ്ടായ ഘട്ടത്തിലാണ് രാഹുൽ സൗഹൃദം സ്ഥാപിച്ചത്. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ രാഹുൽ ബലാത്സംഗം ചെയ്തു. ഹോട്ടൽ മുറിയിൽ വെച്ച് മുഖത്തടിച്ചു, മുഖത്തേക്ക് തുപ്പി. ഇതിനുശേഷം വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു. താനുമായുള്ള ബന്ധം അകലാതിരിക്കാൻ ഒരു കുഞ്ഞു വേണമെന്ന് രാഹുൽ നിർബന്ധിച്ചു. ഗർഭം ധരിച്ചപ്പോൾ രാഹുലിന്റെ സ്വഭാവം മാറി. ഗർഭത്തെ രാഹുൽ പുച്ഛിച്ചു. രാഹുലിന്റേതാണ് ഗർഭമെന്ന് തെളിയിക്കാൻ താൻ മെഡിക്കൽ ഏജൻസിയെ സമീപിച്ചു. DNA സാമ്പിളിനായി രാഹുലിനെ സമീപിച്ചെങ്കിലും രാഹുൽ തയ്യാറായില്ല. ഇതിനിടെ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു. ഗർഭം അലസിപ്പോയെന്നും മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.